ഇപ്പോൾ ഞങ്ങളിപ്പോൾ കീഴെ പോയിട്ട് കാണാൻ നല്ല സുഖമുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന് വെളി കൊഞ്ചം കമ്മിയുണ്ട്. അത് കാലിൽ തുടങ്ങി 8 മണിക്ക് തുടങ്ങിയപ്പോൾ ഒരുപാട് വെയിലിൽ ക്ലിയർ ആയിട്ട് കാണും. ഇപ്പോൾ അന്നത്തെ സൈഡ് 30-35 ഉണ്ട്. ആ സൈഡ് ഡെത്ത് കുറവുണ്ട്. ആ ജാക്ക് ബെൻസ് കാർഡിൻ്റെ ജാക്ക് ഇട്ടിട്ടുണ്ട്. അതിന് പിന്നെ ബിഡി ബാഗ് എന്നെങ്കിലും അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നാളെ കാലിൽ ഞങ്ങളിപ്പോൾ ഒരു 4 ഡയ്യറായിട്ട് മുങ്ങിപ്പോൾ കൊഞ്ചം അടി കല്ല് മണ്ണെല്ലാം തേടിയിട്ട് അതിൽ അടിയിലെ വണ്ടി ഉണ്ട് നോക്കും. ഒത്തിരി ഉണ്ട്. ഇപ്പൊ ജാക്ക് ഇപ്പൊ മേലായിരുന്നു സൈഡ് 3/4 വശം കീഴിലായിരുന്നു. പിന്നെ 1/4 വശം കണ്ടു. പിന്നെ മണ്ണെടുത്തെടുത്ത് പിന്നെ ജാക്ക് മേലാക്കി. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റും. ഈ ലൈറ്റ് 2 ലൈറ്റ് ഉണ്ട്. ക്ലിയർ ആയിട്ട് കാണും. ഇപ്പോഴത്തെ പരിശോധന അവസാനിപ്പിക്കണം ഇന്നത്തെ. കണ്ടിന്യൂ ഇന്നിപ്പോ തുടങ്ങി. ഇപ്പൊ രാത്രി അയച്ചല്ലേ. ഇന്ന് നാളെ കാലിന് 3 നാളും നിങ്ങൾ ഇവിടെ തന്നെ നാളെ കാലിലെ 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം വരെ. പിന്നെ 3 നാൾ ഇവിടെ തന്നെ ഫുള്ള് കണ്ടിട്ട് ഞങ്ങൾ 3 നാൾ പിന്നിട്ടുണ്ട്. ലോകേഷ്, ജഗന്നാഥ്, പിന്നെ അർജുൻ അവരുടെ ബോഡി ഞങ്ങൾ വണ്ടി ഉള്ളുണ്ട് നോക്കിയിട്ട് ഇവിടുന്ന് പോകും. ഇപ്പൊ ഇവിടെ സൈഡ് മാത്രമാണ് നോക്കിയത്. ഇപ്പൊ സൈഡ് മാത്രം നോക്കിയത്. ഈ സൈഡിന് അവിടെ ഒത്തിരി മണ്ണുണ്ട്, കല്ലുണ്ട്. ആ കല്ലിന്റെ അടിഭാഗത്തിൽ നമുക്ക് കുറച്ച് ചാക്ക് കിട്ടി. പിന്നെ ആ വണ്ടിയിൽ ഒരു സൈഡ് കഷ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാളെ ഇവിടെ മുങ്ങണമെങ്കിൽ ഈ മണ്ണ് മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടോ? മണ്ണ് ഇല്ല. ഇപ്പൊ ഞങ്ങളിപ്പോ കീഴെ ഇപ്പൊ കമ്പി ആക്കിയില്ലേ. കമ്പി ആക്കിയിട്ട് എല്ലാവരും നാളെ കാലിലെ വണ്ടി കിട്ടുമോ മുതലായിട്ട് നോക്കാം. അടിഭാഗത്ത് മണ്ണ് പൊതിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഒത്തിരി ഉണ്ട്. ഒരേ ഒലല്ലേ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ല് കീഴെ വീണ സമയത്ത് നമ്മൾ പിടിച്ചുകൊണ്ട് മെല്ലെ വിലക്കുന്നു. മധ്യഭാഗത്തിലേ ഉണ്ട്. ഇവിടുന്ന് ഒരു 100 അടി. ഇവിടെ 100 അടി മധ്യഭാഗത്തിൽ ഒരു 35-40 അടിയിലെ ആ ജാക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പറവില്ല വിലക്ക് പറവില്ല. ആ സമയത്ത് ഒരുപാട് 0. പിന്നെ വെള്ളം വലി ഒത്തിരി ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഒന്നും ചെയ്യാനാവില്ല. നമുക്ക് ഒത്തിരി കമ്പി തട്ടുള്ളൂ. ഇപ്പൊ മരമുണ്ട്. മരം സൈഡിൽ പൊതുക്കിട്ട് നിങ്ങൾ ചെയ്യും. ഇപ്പൊ എത്ര ദൂരം വരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു? ഇപ്പൊ ഒരു 100 അടിയോ 100 അടി പോയി. ഈ മരം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ മേലിരുന്ന മരം അത് കിട്ടി. ലോറിയുടെ ഉള്ളിലുള്ള മരങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല, അതൊന്നും കിട്ടില്ല. അത് കിട്ടിയെങ്കിൽ കൺഫേം ആവും. അതെല്ലാം മണ്ണിലടി. മണ്ണ് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നാളെ എത്ര ഡ്രൈവർമാരുണ്ടാവും? 4 നിങ്ങളടക്കം 4 പേരാണ്. 4 പേരുണ്ട്. ഈ സുരക്ഷയ്ക്ക് കൂടുതൽ ആൾക്കാരുണ്ടാവുന്നതാണ് നാളെ പറയുന്നത്. ഇന്നിപ്പോ നാളെ ഈ NDRFന്റെ ഒക്കെ ആൾക്കാരുണ്ടാവുന്നതാണ്, നേവി ഉണ്ടാവുന്ന പറയുന്നത്. NDRF ആൾക്കാരുണ്ട്, പറവില്ല. അവർ വന്നിട്ട് പിന്നെ കയറ് വിട്ടിട്ടുണ്ട് കീഴെ പോകരുത്. നേരെ കയറ് വിട്ടിട്ട് തേടിയ മാത്രം അവിടെ കിട്ടും. പിന്നെ കയറ് വിട്ടിട്ട് പേടിച്ചുകൊണ്ട് നമ്മളവിടെ തേടിക്കൊണ്ട് പോയാൽ ഒന്നും കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഡൈ ആക്കുന്ന സമയത്തിൽ ഇപ്പൊ ഒന്നും പ്രശ്നമില്ല. അവിടെ ആ ഓരോരോ മറ പിന്നെ കഷ്ണ കമ്പി കുത്തോ ഒന്നുമില്ല. വലിയില്ല. 6 വേണ്ട ഡൈ ചെയ്യാം. ലോറി കണ്ടെത്താൻ പറ്റുന്ന പ്രതീക്ഷ തന്നെ ഇപ്പൊ അല്ലേ? കണ്ടിപ്പാ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ആദ്യമേ കീഴെ അതിന്റെ ഒരു അവസാനം ഒരു ഇത് ജാക്കറ്റ്. ഇപ്പൊ അതേ മുതലാളി അവർ കേട്ട അതേ വണ്ടി കൺഫേം ആയാലേ പിന്നെ നമുക്ക് ഒരു വിഷയം വണ്ടി ഇവിടെ കിട്ടും. മെറ്റൽ ഷീറ്റ് ഉണ്ടോ അവിടെ? ആ ഭാഗത്തിൽ ഒരുപാട് മണ്ണുണ്ട്. മണ്ണ് എടുത്തിട്ട് പിന്നെ നോക്കും. അടിഭാഗത്തില് കുത്തുകമ്പി ആക്കി നോക്കിയാൽ മതി. വിസിബിലിറ്റി പ്രശ്നമുണ്ടോ? വിസിബിലിറ്റി കുഴപ്പമില്ല. ഇല്ല, കാണാം. നല്ലതായിട്ട് കാണാം. ഒന്നും പ്രശ്നമല്ല. തെരച്ചിൽ ബുദ്ധിമുട്ടില്ല. ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോ ഇത് എത്ര ആഗ്രഹം അതേമാതിരി ഇവിടെ ഉണ്ട്. ഒന്നും കരച്ചില്ല. മെല്ലെ മെതുവ വില. വെയിലുള്ള സമയത്ത് വെയിലെത്തുന്ന സമയത്ത് ഒരുപാട് വില ചെയ്യണം. ഈ തെരച്ചിലിന് കൂടുതൽ എന്തെങ്കിലും സഹായം ഇവിടെ ഒരുക്കി തരണം എന്നൊരു ആവശ്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ പുതിയ അങ്ങനെ എന്തെങ്കിലും മാൽപ്പയ്ക്ക് ആവശ്യപ്പെടാറുണ്ടോ? കൂടുതൽ ഹെൽപ്പ് വേണ്ട. ഇപ്പൊ ഫിഷർമാൻ ഉണ്ടല്ലോ എന്നെ കൂട്ടത്തില്. ആ ഫിഷർമാൻ മതി. പിന്നെ ആരാണ് പറഞ്ഞാലും അവർ ചെയ്യട്ടെ, പറവില്ല. നമ്മൾ അവർ കൂട്ടത്തിൽ ഒരു ടീമായിട്ട് ചെയ്യും, പറവില്ല. നമുക്ക് ഒരു വണ്ടി കിട്ടുന്ന പിന്നെ അതല്ലെങ്കിൽ അതിനുള്ള അർജുന് പിന്നെ 3 ആളുണ്ടല്ലേ, 2 ആള് അവരുടെ ബോഡി തേടുന്നു. മണ്ണിനുള്ള 2 ആള് പിന്നെ ഉണ്ടല്ലോ, ലോകേഷ് പിന്നെ ജഗന്നാഥ് പിന്നെ അർജുൻ. അവരുടെ തേടുന്ന ഒരു കാര്യം. 8-8:30 മണിയാവും. കൊഞ്ചം വെയിൽ വന്നാൽ നല്ല ആ സമയത്തിൽ നമ്മൾ തുടങ്ങും. 4 അംഗ സംഘം നാളെയും തെരച്ചിൽ നടത്തും എന്നാണ് ഈശ്വർ മാൽപേ പറഞ്ഞത്. നല്ല വെയിലുള്ളപ്പോൾ തെരഞ്ഞാൽ കൂടുതൽ സൗകര്യമാണ്. ഇന്നത്തെ തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയമായതുകൊണ്ട് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. പക്ഷേ രാവിലെ 8:30 തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ഈശ്വർ മാൽപേ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, അതായത് ഈ ഇടിഞ്ഞ പുഴയോട് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് ഈ ലോറിയുടെ ജാക്കി ലഭിച്ചിരിക്കുന്നത്. അതേ ഭാഗത്തു തന്നെ പരിശോധന നടത്തും. അടിയിൽ മറ്റ് തടസ്സങ്ങളില്ല. അന്ന് അപകടം നടന്നതിന് ശേഷം ഈശ്വർ മാൽപേ ഇറങ്ങിയപ്പോഴുള്ള സാഹചര്യമല്ല. വിസിബിലിറ്റി ഉണ്ട്.
കാണാൻ സാധിക്കുന്നുണ്ട്. അടിയിൽ കുറച്ചുകൂടി വെളിച്ചമുണ്ടെങ്കിൽ കൂടുതൽ കാണാൻ സാധിക്കും. ആ സമയത്ത് തെരച്ചിൽ നടത്തുന്നത് നന്നാകും എന്നാണ് ഈശ്വർ മാൽപേ പറഞ്ഞത്. മറ്റൊന്ന് മണ്ണ് കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ്. മണ്ണ് മാറ്റിയതിനു ശേഷം മാത്രമേ ലോറിയുടെ ഭാഗം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള തെരച്ചിൽ നടത്താൻ സാധിക്കുകയുള്ളൂ.